ഗോവിന്ദൻ മാഷിനെയും അതുപോലെ എ റഹീമിനെയും ഒക്കെ തന്നെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തോ എന്ന് പറയുന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞാൻ അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് വരാം. തൽക്കാലം നിങ്ങൾ പരിഭ്രമിക്കേണ്ട, ഞെട്ടണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനുശേഷം ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെമ്പർഷിപ്പ് നമ്മൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ, നമ്മുടെ ചാനലിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ആളുകളെ മെമ്പർമാരാക്കാം. ചെറിയ തുകകൾ അടച്ചുകൊണ്ടാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. അതിൽ ഏറ്റവും ആദ്യത്തെ എമൗണ്ട് 179, രണ്ടാമത്തെ എമൗണ്ട് 359, പിന്നെ മുകളിലേക്ക് എമൗണ്ടുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കഴിയാവുന്ന എമൗണ്ടുകളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകമായിട്ട് മെമ്പർഷിപ്പിന് വേണ്ടി മാത്രമുള്ള വീഡിയോസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് കളയരുത്. യഥാർത്ഥത്തിൽ ഇത് ചാനൽ ഇങ്ങനെ തന്നെ നിലനിൽക്കണം, സത്യസന്ധമായി നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം നമുക്ക് നിരവധി ഓഫറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ പല ബിസിനസ് ഹൗസുകളും നമുക്ക് പരസ്യം തരാനൊക്കെ തയ്യാറായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ എടുക്കാത്തത് നമ്മുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയും നിഷ്പക്ഷതയും ഒക്കെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ബാധിക്കില്ല എന്നൊരു ഉറപ്പ് മാത്രമാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ളത്. അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളവർക്ക് എടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയാൻ കാര്യം, ചില ആളുകൾ എന്നോട് വിളിച്ചും അതുപോലെ തന്നെ വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് ചെയ്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. മെമ്പർഷിപ്പ് എടുക്കേണ്ടത് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ പോലെ തന്നെ തൊട്ട് സൈഡിൽ ജോയിൻ എന്ന് പറയുന്ന ഒരു കാര്യം കാണാം. ആ ജോയിൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ഇനി അത് എടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോകൾ തുടർന്നും കാണണമെന്നും മുഴുവനായും തന്നെ കാണണമെന്നും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണമെന്നും മാത്രമാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്നുള്ളത് മറന്നു പോകരുത്. പക്ഷേ മറ്റത് കൂടി നിങ്ങൾ പരിഗണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. കാര്യത്തിലേക്ക് ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞോട്ടെ, ഇവരെയൊന്നും ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. മധ്യപ്രദേശ് പോലീസ് ഒന്നും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുമില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹെഡിങ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ഒരു പ്രധാനപ്പെട്ട കല്യാണം നടന്നിരുന്നു. ആ കല്യാണം നടന്നത് കുംഭമേള സ്റ്റാറായി മാറിയിട്ടുള്ള മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ പിന്നീട് കാണുന്നത് ബോച്ചയുടെ ഒരു പരിപാടിയിൽ ബോബി ചെമ്മണ്ണൂർ കൊണ്ടുവന്ന ഒരു കട ഉദ്ഘാടനത്തിനൊക്കെ വേണ്ടി അദ്ദേഹം ആ പ്രശസ്തി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച് അവരെ കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത്. കൂടാതെ അവർ ചില സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നു. ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോൾ ചില മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ആ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവരുടെ വീട്ടുകാർ മറ്റൊരു കല്യാണം ആലോചിക്കുകയും കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് മൊണാലിസ മധ്യപ്രദേശ് ഉപേക്ഷിച്ച് കേരളത്തിൽ വന്ന് താമസിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തുന്നത്. കാരണം മൊണാലിസക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയിച്ചിരുന്ന ആളുടെ പേര് മുഹമ്മദ് ഫർമാൻ എന്നാണ്. അപ്പോൾ മുഹമ്മദ് ഫർമാനും മൊണാലിസയും കൂടി കേരളത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു മതം മാറി മിശ്രവിവാഹം കഴിക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മിക്ക സ്ഥലത്തും തന്നെ അത് ജിഹാദൊക്കെ ആയി മാറും. ലവ് ജിഹാദും അതുപോലെ തന്നെ ഇതുപോലെ പല പല ജിഹാദുകളും ഒക്കെ മാറും ഈ പറയുന്ന പോലെ ചില ആളുകൾക്ക്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലം എന്നുള്ള നിലക്ക് അവർ കേരളത്തിലേക്ക് വന്ന് മൊണാലിസയും മുഹമ്മദ് ഫർമാനും തമ്മിൽ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അവർ കേരളത്തിൻ്റെ അതിഥികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവരെ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി, അവർ വിവാഹത്തിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി പ്രശസ്തരായിട്ടുള്ള ആളുകളെത്തി. ആ ആളുകളെത്തിയതിൽ ഏറ്റവും ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിനകത്ത് പങ്കെടുത്തിരുന്നു. കൂടാതെ എ റഹീം പങ്കെടുത്തിരുന്നു. കൂടാതെ നമുക്കറിയാം മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അത് CPM-ൻ്റെ എക്കാലത്തെയും നിലപാടാണ്. CPM ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ മതസ്പർദ്ധ വളർത്തുന്ന പരിപാടികൾക്കൊന്നും CPM നിൽക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് CPM പങ്കെടുത്തു. ഇതൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഈ പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം വന്നിരുന്നു. ആ പ്രചരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ, 18 തികഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രചരണമാണ് വന്നത്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ഞാൻ മെനക്കെട്ടില്ല. ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ പോലും ചെയ്തില്ല എന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അപ്പോൾ അതിനുശേഷം അവിടെ മധ്യപ്രദേശ് പോലീസ് ഈ പെൺകുട്ടി സ്വന്തം ഇഷ്ടത്തിൽ പോയതാണ്. പക്ഷേ കിഡ്നാപ്പ് എന്ന് പറയുന്ന ഒരു കേസെടുത്തുകൊണ്ട് ഈ മുഹമ്മദ് ഫർമാനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യാനും ഈ പെൺകുട്ടിയെ ഇവിടെ നിന്ന് രക്ഷിച്ചെടുത്ത് തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മധ്യപ്രദേശിൽ നിന്നുള്ളൊരു സംഘം, അതൊരു വലിയ സംഘമാണ് കേട്ടോ, ഇതൊരു വലിയ കേസായിട്ടാണ് അവരെടുത്തേക്കണം. അവർ സംഘം കൊണ്ടുവരികയും അവർ വനിതാ പോലീസുകാരടക്കമുള്ള ഒരു വലിയ സംഘം, വലിയൊരു ഓഫീസറടക്കം ഇവിടെ വന്ന് താമസിക്കുകയും സ്ഥിരമായി താമസിക്കുകയൊക്കെ ചെയ്തു.
ഇതിങ്ങനെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കുറേ റൈറ്റ് വിങ് അജണ്ടകൾ പേറുന്ന യൂട്യൂബ് ചാനലുകാരും കുറേ മാധ്യമങ്ങളും ഒക്കെ കൂടി തന്നെ വലിയൊരു പ്രചരണം അങ്ങോട്ട് അഴിച്ചു വിട്ടു. ഭാഗ്യത്തിന് സാറ്റലൈറ്റ് മാധ്യമങ്ങളും പത്രങ്ങളും ഒന്നും അത് എഴുതിയില്ല. ആ അഴിച്ചു വിട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഗോവിന്ദൻ മാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, പണി കിട്ടുമെന്നൊക്കെയുള്ള കുറേ ഈ പറഞ്ഞ പോലെ പിണറായി വിരുദ്ധ CPM വിരുദ്ധ അതുകൊണ്ട് അന്ധത ബാധിച്ച ആളുകളൊക്കെ തന്നെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മധ്യപ്രദേശ് പോലീസ് അങ്ങോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ തവണ ഗോവിന്ദൻ മാഷോട് ഇത് ചോദിച്ചാൽ പോലും ഗോവിന്ദൻ മാഷ് ഉറച്ചു നിന്നിരുന്നു, അല്ല അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സഹായിക്കും, അത് ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾ എന്ത് ചെയ്യും, കല്യാണത്തിൽ പങ്കെടുക്കും, അവരെ നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കും, അത് നമ്മുടെ നിലപാടാണ് എന്ന് സ്ട്രോങ് ആയി പറയുക മാത്രമേ ചെയ്തുള്ളൂ. യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷൊന്നും വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആ പെൺകുട്ടിക്ക് 16 വയസ്സല്ല, ആ പെൺകുട്ടിക്ക് 18 വയസ്സ് തന്നെയാണ്. ആ പെൺകുട്ടിയുടെ ചെറുപ്പത്തിൽ എടുത്തിട്ടുള്ള ആധാർ കാർഡ് അടക്കമുള്ള ആളുകൾ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ. അതല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കുന്നു. അതുപോലെ ആ പയ്യനും ഈ പറഞ്ഞ പോലെ പ്രായപൂർത്തിയായ പയ്യനാണ്. ആ മൊണാലിസയുടെ അനിയൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വേറൊന്നാണ്. ആ അനിയൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഏതാണ്ട് 16 വയസ്സായുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ വിചാരിക്കും ഉടനെ തന്നെ റഹീമിനെയും അല്ലെങ്കിൽ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുള്ള ഗോവിന്ദ മാഷയെയും ശിവൻകുട്ടിയൊക്കെ അറസ്റ്റ് ചെയ്ത് മധ്യപ്രദേശ് ജയിലിൽ കൊണ്ടുപോയി ജയിലിൽ കിടക്കുകയും പിന്നെ അവരെ ഈ പറഞ്ഞ പോലെ പുറം ലോകം കാണുകയില്ല എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഈ പറഞ്ഞ പോലെ വൈരാഗ്യവും അതുപോലെ മനസ്സിലുള്ള പകയും കൊണ്ട് തീർന്ന വെറും മണ്ടത്തരങ്ങളാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് കുറേ ആളുകൾ ഇതൊക്കെ വിഴുങ്ങാനും ആ കേട്ടിട്ടുള്ള ഒരു സുഖം അനുഭവിക്കാനും ഒക്കെ തയ്യാറാവും. പക്ഷെ ഫാക്റ്റ് വേറെയാണ്. അല്ലാതെ ഇവരെ ഒന്നും ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഒന്ന് ഗോവിന്ദൻ മാഷാണ്, അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ MLA ആണ്, മുൻ മന്ത്രിയാണ്, കൂടാതെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. മറ്റൊരാൾ ആരാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റഹീമാണ്, അതായത് MP ആണ്, ഇപ്പോൾ രാജ്യസഭ MP ആണ്. മറ്റൊരാൾ ആരാണ്? ശിവൻകുട്ടിയാണ്, മന്ത്രിയായിട്ടുള്ള ഒരാളാണ്. പിന്നെ മധ്യപ്രദേശിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ മധ്യപ്രദേശ് ഇവിടുത്തെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകണല്ലേ. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളും എന്തൊക്കെ മണ്ടത്തരങ്ങളൊക്കെയാണ് ഇവർ ഈ പറഞ്ഞ പോലെ സ്വന്തം സുഖത്തിന് വേണ്ടി പറഞ്ഞ് ആശ്വസിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നേക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞതാണ്. അവർ ആരും തട്ടിക്കൊണ്ടു പോകുന്നതല്ല, അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. ഇതിൻ്റെ പുറകിൽ ഒരു ജിഹാദുമില്ല, ഒരു തേങ്ങയുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കല്യാണം കഴിച്ചവർ കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളം വളരെ സുന്ദരമായിട്ടുള്ള നാടാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതൊക്കെ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഇവർ വിചാരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റും കൂടി പിണറായി വിജയൻ അടിച്ചു മാറ്റിയല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിരവധി വീഡിയോകൾ ഇപ്പോൾ പോലും നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ മാഷ് അറസ്റ്റിലാവും, അല്ലെങ്കിൽ റഹീം അറസ്റ്റിലാവും, അതുപോലെ ശിവൻകുട്ടിക്ക് പണി കിട്ടി എന്നൊക്കെ പറഞ്ഞ് എന്തോരം വീഡിയോകളുണ്ട്. ഈ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടാണോ, എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ, വസ്തുതകൾ അന്വേഷിച്ചിട്ടാണോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണ്ടേ. ഇനിയും ഇവർ പറയുന്ന ഈ പറഞ്ഞ മണ്ടത്തരങ്ങളൊക്കെ കേട്ട് വിഴുങ്ങണോ വേണ്ടെന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കണമെന്നും എനിക്ക് മാത്രമേ പറയാനുള്ളൂ. മധ്യപ്രദേശ് ഇപ്പം യഥാർത്ഥത്തിൽ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ മുഹമ്മദ് ഫർമാനും അതുപോലെ മൊണാലിസയും കൂടി പോയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് നോട്ട് ടു അറസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് അവർ മധ്യപ്രദേശ് ഹൈക്കോടതിയെ കൂടി എന്ത് ചെയ്യണോ, അപ്രോച്ച് ചെയ്യണോ എന്നുള്ള സംശയത്തിലാണ്. യഥാർത്ഥത്തിൽ മധ്യപ്രദേശിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥർക്ക് തന്നെ കാര്യം മനസ്സിലായിരിക്കുന്നു, ഇതിൻ്റെ പുറത്ത് യാതൊരുവിധ കുഴപ്പമില്ലാന്ന്. കാരണം ഇവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കൃത്യമാണ്, എല്ലാം തന്നെ 18 വയസ്സ് കഴിഞ്ഞതാണ് എന്നുള്ളത് കൂടിയാണ് യാഥാർത്ഥ്യം. പക്ഷേ തൊണ്ട തൊടാതെ ഈ പൊട്ടത്തരം വിളിച്ചു പറയുകയും അത് വിഴുങ്ങുകയും ചെയ്തിട്ടുള്ള പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഉടനെ തന്നെ ഇവിടെ നിന്ന് റഹീമിനെയും ഗോവിന്ദൻ മാഷിനെയും ശിവൻകുട്ടിയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ സാമാന്യ ബുദ്ധിക്ക് നമോവാകം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല.